ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ തീരുമാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത പരിഗണിച്ച് വിശ്വാസി സമൂഹം ധാരാളം തീരുമാനങ്ങൾ എടുക്കാറുമുണ്ട്. ഒരിക്കലായി എടുത്ത തീരുമാനങ്ങൾ വീണ്ടും എടുക്കേണ്ടതായും വരുന്നുണ്ട്. കാരണം എടുത്ത തീരുമാനങ്ങളോട് നീതി പുലർത്തുവാൻ കഴിയാത്തതുകൊണ്ട്. സാധാരണ ഡിസംബർ 31 നടക്കുന്ന വാച്ച് നൈറ്റ് സർവീസിനാണ് തീരുമാനങ്ങളുടെ പെരുമഴയുണ്ടാകുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. എന്നാൽ തീരുമാനങ്ങളോടൊപ്പം അത് പുലർത്തിക്കൊണ്ടു പോകുവാനുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കണം. കമ്മിറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രതിജ്ഞാബദ്ധതയെന്നും പ്രതിബദ്ധതയെന്നും അർപ്പണബോധമെന്നും അർത്ഥം. ഡിസിഷൻസ് വിത്തൗട്ട് കമ്മിറ്റ്മെൻറ്റ് ആർ മീനിങ്ലെസ്. പ്രതിബദ്ധതയില്ലാത്ത തീരുമാനങ്ങൾ അർത്ഥശൂന്യമാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശവും പ്രാധാന്യമർഹിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധമാണ് ഡിസിഷൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്, തീരുമാനങ്ങളും പ്രതിജ്ഞാബദ്ധതയും. നാം യേശു കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ജീവിതത്തിൽ സ്വീകരിക്കുന്നത് ഒരു തീരുമാനത്തിൻ്റെ അനന്തരഫലമെങ്കിൽ ക്രിസ്തുവിനായി സൃഷ്ടായുസ് ജീവിക്കുന്നതത്രേ കമ്മിറ്റ്മെൻറ്റ്, പ്രതിജ്ഞാബദ്ധത എന്നത്. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഡിസൈപ്പിൾഷിപ്പ്. അർപ്പണബോധം സമം ശിഷ്യത്വം എന്നാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ടാണ് നാം ജീവിതത്തിൽ കണക്കില്ലാത്ത വിധം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതും എടുത്തുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അർപ്പണബോധം അത്ര നിസ്സാരമായി ചെയ്യുവാൻ കഴിയുന്നതല്ല. അതിന് സമർപ്പണം ആവശ്യം. പലതും ഉപേക്ഷിക്കണം, ത്യജിക്കണം, മറ്റു പലതും സ്വീകരിക്കണം. സ്വഭാവത്തിനും ജീവിത രീതികൾക്കും മാറ്റവും വരുത്തേണം. ഇത് പൂർണ്ണമായി ചെയ്യുവാൻ കഴിയാത്തത് നിമിത്തമാണ് തീരുമാനങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയാതെ പോകുന്നത്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 14-28 നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. നാം തീരുമാനങ്ങൾ എടുക്കുന്നതിനോടൊപ്പം അതിനോട് നീതി പുലർത്തുവാൻ തക്കതായ പ്രതിജ്ഞാബദ്ധതയും ഉണ്ടാകണം. അതിനായുള്ള കൃപയ്ക്കായും ശക്തിക്കായും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സദൃശവാക്യങ്ങൾ 3-5-6 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിലൂന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പണ്ഡിത രമാഭായ് പറഞ്ഞതത്രേ, എ ലൈഫ് ടോട്ടലി കമ്മിറ്റഡ് ടു ഗോഡ് ഹാസ് നത്തിങ് ടു ഫിയർ, നത്തിങ് ടു ലൂസ്, നത്തിങ് ടു റിഗ്രറ്റ്. ദൈവത്തോട് പൂർണ്ണമായും പ്രതിബദ്ധതയുള്ള ഒരു ജീവിതത്തിന് ഭയപ്പെടേണ്ടതില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല, പശ്ചാത്തപിക്കേണ്ടതുമില്ല. ഹാവ് എ ബ്ലെസ്ഡ്